Dear students, today we will discuss about C programming lab for microbiology students. Okay. So in the discuss in a program, write a program to find a sum of the digit of a number. ഒരു നമ്പറിന്റെ ഡിജിറ്റുകളുടെ സമ്മുകൾ ഇപ്പോൾ 1 2 3 123 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, ആ നമ്പറിലെ ഡിജിറ്റുകൾ പിക്ക് ചെയ്യുക, എന്നിട്ട് അത് ആഡ് ചെയ്യുക, അതിന്റെ റിസൾട്ട് പ്രിന്റ് ചെയ്യുക. 1 plus 2 plus 3 is equal to 6 എന്ന് പ്രിന്റ് ചെയ്യും. So find the sum of the digits of a number. ഒരു നമ്പറിലെ ഡിജിറ്റുകളുടെ സം പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഓക്കെ, സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ടർബോ C++. ഓക്കെ, ഞാനിവിടെ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഓപ്പൺ ചെയ്തുതരാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h. ലൈബ്രറി ഫങ്ഷൻസ് ആണ് ഇത്. നമ്മുടെ ഹെഡർ ഫയൽസ് എപ്പോഴും ആഡ് ചെയ്യണം. ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫങ്ഷൻസ് കണ്ടന്റുകളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈബ്രറി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ലൈബ്രറി ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷൻ നോക്കുക. എന്തിനാ മെയിൻ യൂസ് ചെയ്യുക? ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ എന്നാണ്. അപ്പൊ മെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, ദെൻ ഇന്റിജർ കൊടുത്ത രണ്ട് വേരിയബിൾ, ഇന്റ് സം, ഇന്റ് നം, അതുപോലെ റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ ആർ എന്ന് പറഞ്ഞ 3 ഇന്റിജർ വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, ലോക്കൽ വേരിയബിൾസ്. ദെൻ CLR/SCR ക്ലിയർ സ്ക്രീൻ ചെയ്തതിനു ശേഷം പ്രിന്റ്ഫ് എന്റർ ദ നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്തു. ആ നമ്പർ സ്കാൻഎഫ് ഉപയോഗിച്ച് റീഡ് ചെയ്തു. %d നം ഒരു നമ്പർ ആണ് റീഡ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ നമ്പർ ടൈപ്പ് ചെയ്യുക. സപ്പോസ് നമ്മൾ നമ്പർ 549 ഒരു നമ്പർ റീഡ് ചെയ്തു. ദെൻ കണ്ടി നോക്കി, ഇവിടെ നിന്നാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. വൈൽ ലൂപ്പിൽ വൈൽ നം, ആ നമ്പർ എന്നുള്ള കണ്ടന്റ് ഇവിടെ ഉണ്ടെങ്കിൽ, നമ്പർ ടൈപ്പ് ചെയ്ത ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ഇവിടെ ഉണ്ടെങ്കിൽ ട്രൂ എന്ന കേസാണ്. നമ്പർ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. R is equal to number mod 10. ഈ മോഡ് 10 ഉദ്ദേശം എന്താണ്? ഇപ്പൊ നമ്മൾ R എന്ന് പറഞ്ഞ കണ്ടന്റ് ആണല്ലോ, R എന്ന് പറഞ്ഞ റിമൈൻഡർ സ്റ്റോർ ചെയ്യുക. 10 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ സ്റ്റോർ ചെയ്യും. അപ്പൊ 9 ആണ് അവിടെ സ്റ്റോർ ചെയ്ത് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് കേസ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഡിവൈഡഡ് ബൈ 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ എന്ത് കിട്ടും? അവിടെ കിട്ടുന്ന വാല്യൂ 54. 54 ആണ് അവിടെ കിട്ടുക നമ്പറിൽ. ദെൻ താഴെ കേസ് നോക്കിയേ, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ആർ. ആറിന്റെ വാല്യൂ ഇപ്പോൾ എത്ര ഉള്ളത്? 9 ആണ് ഇവിടെ ആറിന്റെ വാല്യൂ. ആറിനോട് കൂടെ സം ആഡ് ചെയ്യുക. സം ഓൾറെഡി നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ 0. അപ്പൊ അതുകൊണ്ട് 0 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 9 കിട്ടുക. 9. ഓക്കെ, അപ്പൊ ഇവിടെ സമ്മിൽ എന്ത് കിട്ടും? വാല്യൂ കിട്ടി 9 എന്നുള്ള വാല്യൂ സമ്മിൽ സ്റ്റോർ ചെയ്യും. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ഐട്രേഷനിൽ ആർ ഇസ് ഈക്വൽ ടു നം മോഡ് 10. ഇപ്പൊ നമ്മിൽ എന്ത് വാല്യൂ ഉണ്ട്? നമ്മിന്റെ വില ഇവിടെ പറയേണ്ടത് നമ്മിന്റെ വില 54 ആണ്. 54നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എന്ത് കിട്ടും? അത് 6 സ്റ്റോർ ചെയ്യും. ശിഷ്ടം 4 കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ ആ 4 ഇവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇത് നെക്സ്റ്റ് ഐട്രേഷൻ ആട്ടോ. ഓക്കെ, 6ൽ 4 കിട്ടി. ഇനി നമ്പർ ഇപ്പൊ എത്ര ഉള്ളത്? 54 ആണല്ലോ. 54 ഡിവൈഡഡ് ബൈ 10 ഇട്ട് എന്ത് കിട്ടും? 54 54 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5 കിട്ടും അല്ലെ? അപ്പൊ 5 നമ്മൾ എവിടെ വരും? അവിടെ 5 വരും. നമ്പർ ഈക്വൽ 5 കിട്ടി. ദെൻ സമ്മിൽ എത്ര ഓൾറെഡി വാല്യൂ ഉണ്ടായിരുന്നു? ഇവിടെ 9 ഉണ്ടായിരുന്നു വാല്യൂ അല്ലെ? 9 ആണ് സമ്മിലുള്ള വാല്യൂ. അപ്പൊ 9 പ്ലസ് ആർ എത്രയാ? ഇവിടെ 4 ആണ്. 4 പ്ലസ് 9 എത്ര കിട്ടും? 13 പ്രിന്റ് ചെയ്ത് കിട്ടും സമ്മില്. ഇനിയുണ്ട് ഓപ്ഷൻ. നെക്സ്റ്റ് ഐട്രേഷനിൽ ആർ ഇസ് ഈക്വൽ ടു നം മോഡ് 10. നമ്മളിപ്പോ എത്ര വാല്യൂ ഉണ്ട്? നമ്മളിപ്പോ വാല്യൂ 5 ആണ്. സോ 5 മോഡ് 10 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടുക എത്ര കിട്ടുക? 5 കിട്ടുക അല്ലെ? 10 താഴല്ലേ? അപ്പൊ 5 കിട്ടുക. സോ 5 മോഡ് 10 എന്ന് പറഞ്ഞാൽ 5 ആണ് ഔട്ട്പുട്ട് കിട്ടുക. നെക്സ്റ്റ് നം ഇസ് ഈക്വൽ ടു നൺ ഡിവൈഡഡ് ബൈ 10. 5നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടും? 0 ആണ് കിട്ടും അല്ലെ? നമ്മളെ ഇവിടെ നമ്മ് നോക്കി, മുകളിൽ നമ്മ് കൊടുത്തുള്ള ഇന്റിജർ ആണ്. അപ്പൊ ഇന്റിജർ പാർട്ട് 0 ആണ്, ഫ്ലോട്ട് പാർട്ട് അല്ല. ഇന്റിജർ പാർട്ട് 0.2 എന്ന് കിട്ടുക. അപ്പൊ പോയിന്റ് വാല്യൂ വരില്ല, 0.5 എന്നാണ് കണ്ടന്റ്. ഇപ്പൊ 0 പോയിന്റ് ആണ്. അപ്പൊ ഇന്റിജർ വാല്യൂ ആയതുകൊണ്ട് നം എന്നുള്ളത് മുകളിൽ ഡിക്ലെയർ ചെയ്ത് ഇന്റിജർ ആയതുകൊണ്ട് തന്നെ 0 എന്നാണ് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടുക. 0. നമ്മുടെ വാല്യൂ 0 ആണ്. ദെൻ നം സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ആർ. സം ഓൾറെഡി എത്ര ഉണ്ട്? 13 പ്ലസ് ഇവിടെ ആർ എത്രയാ? 5 ആണ്. 13 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 18 പ്രിന്റ് ചെയ്യും. ഓക്കെ അല്ലെ? ഇനി വീണ്ടും അടുത്ത ഇൻക്രിമെന്റിൽ നമ്മില് വാല്യൂ ഉണ്ടോ? നമ്മില് 0 ആയി കിട്ടിയില്ല. നമ്മുടെ വാല്യൂ ഇപ്പൊ എത്രയാ? 0 ആണ്. നമ്മുടെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഇതിന് ശേഷം ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. എന്നിട്ട് ഇവിടെ വരും സം ഓഫ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് സം പ്രിന്റ് ചെയ്യും. സമ്മിൽ ഇപ്പൊ എത്ര വാല്യൂ ഉള്ളത്? 18 ആണ് ലാസ്റ്റ് വാല്യൂ. അപ്പൊ 18 പ്രിന്റ് ചെയ്യും. ശരിയല്ലേ? 5ഉം 4ഉം 3ഉം അല്ല, 5ഉം 4ഉം 9.
ഇത് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 8, 18 കിട്ടും, 18 കിട്ടും. ശരിയല്ലേ? ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എൻ്റർ ഇൻ നമ്പർ 549 അല്ലേ? 549 18. ഏത് വാല്യൂ നമുക്ക് ഇതുപോലെ റൺ ചെയ്ത് നോക്കാം. 591 15. ഒന്നുകൂടെ 637. ക്ലിയർ? അപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.